പ്രാർത്ഥന. നിഖിലേശന്റെ കരവിരുതനാൽ നിർമ്മിക്കപ്പെട്ട മണിമകുടമായ മനുഷ്യൻ വീണ്ടെടുപ്പുകാരൻ നസ്രത്തിലെ തച്ചനായ യേശുക്രിസ്തുവിനെ അറിയാതെ, ആത്മാവിന്റെ വിലയറിയാതെ ലൗകിക ലാഭക്കൊയ്ത്തിനായി നെട്ടോട്ടമോടുന്നു. അവൻ നിൽക്കുന്ന മണ്ണ് നിലംപതിക്കുമെന്നറിയുന്നില്ല. വിജനവിദൂരാമലയിൽ നിന്ന് ഉയർത്തപ്പെട്ട കഥനകുരിശിൽ വിതുമ്പുന്നവൻ അഖില ലോക മണ്ഡലങ്ങളെക്കാൾ വില വരുന്ന ആത്മാവിന്റെ രക്ഷ ഒരുക്കുകയാണ്. ഈ നിരുപമ വാത്സല്യം ജഗതകിലം പ്രഭയായി കത്തിജ്വലിക്കുമ്പോൾ അതിൽ ആകർഷിതരായി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതവാസത്തിൽ അവന്റെ തുടക്കം പ്രാർത്ഥനയിലായിരുന്നു, നടുക്കും പ്രാർത്ഥനയിൽ തന്നെ. ഒടുക്കവും ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ട് എന്ന് കാണുവാൻ കഴിയും. വേദനയിലും വ്യാകുലത്തിലും സന്തോഷ സല്ലാപത്തിലും പിതാവിനോട് ബന്ധപ്പെടുവാനുള്ള മുഖാന്തരം പ്രാർത്ഥന തന്നെ. നന്മയുടെയും ഇല്ലായ്മയുടെയും മൂശയിൽ നിന്ന് രൂപപ്പെട്ട വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത് അകത്താക്കുവാൻ അനവധി കാര്യമുണ്ട്. പ്രത്യക്ഷമല്ലാത്ത ജീവിത കഥകളുടെ ശ്രദ്ധിക്കപ്പെടാത്ത ഏടുകളിൽ പ്രാർത്ഥനയിൽ ഞരങ്ങുന്ന ഹൃദയങ്ങളിൽ സത്യത്തിന്റെ ആത്മീക വാഞ്ച കാണാം. രാജകീയ സോപാനത്തിലും പട്ടുമെത്തയിലും വെൺചാമരം വീശിയെത്തുന്ന ചന്ദന മണമുള്ള മാരുത സ്പർശനത്തിലും തൃപ്തനാകാതെ നിദ്ര വിട്ടുണർന്ന അസ്വസ്ഥഭാവരഹിതനായി കിടക്കമുറിയിൽ മുട്ടുകുത്തി ദൈവമുഖത്തേക്ക് നിറകണ്ണുകൾ ഉയർത്തുന്ന ഒരു ഭക്തന്റെ ആത്മീയ ശ്രേഷ്ഠത എത്രയോ വലുതാണ്. മാർമികതയുടെ മഹാത്മ്യം തുളുമ്പുന്ന നിറകുടമാണ് പ്രാർത്ഥന. കാലത്തിനതീതമായതാണ് പ്രാർത്ഥന. ഭിന്നഭിപ്രായക്കാരെ മനസ്സുകൊണ്ട് ഒന്നിപ്പിക്കുന്നതാണ് പ്രാർത്ഥനാ ശക്തി. അലങ്കാര പ്രയോഗങ്ങളില്ലാതെ, ഭാഷാ സാഹിത്യ സമ്പുഷ്ടതയില്ലാതെ, ശക്തി മന്ത്രോച്ചാരണങ്ങളില്ലാതെ, പണ്ഡിതനും പാമരനും ഭാഷാ കലവറയിൽ നിന്നും കവർച്ച ചെയ്യാതെ സദാ കടന്നു ചെല്ലുവാൻ തുറന്ന വഴിയാണ് പ്രാർത്ഥന. ആവശ്യപ്പെടുന്ന അപേക്ഷകനും സ്വീകരിക്കുന്ന ദാതാവും മാത്രമുള്ളതാണ് പ്രാർത്ഥനാമുറി. ത്യാഗത്തിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും ഉലയിൽ ഉരുക്കിയെടുത്ത കുഴമ്പുകൂട്ടാണ് പ്രാർത്ഥന. അഷ്ടിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുന്നവന്റെ ഉള്ളിലെ ആത്മമണ്ഡലം വെണ്ടലത്തിലെങ്ങോ വാർക്കുന്നവനെ അറിയാതെ ആർത്തു വിളിക്കാറുണ്ട്. നഷ്ടങ്ങൾ ഇഷ്ടമില്ലാത്തവൻ സ്വർഗത്തിൽ വാഴുന്നു. അവൻ സകലരുടെയും പ്രാർത്ഥന കേൾക്കുന്നു.